ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഇതിനു മുൻപ് ബംഗ്ലാദേശിൽ ഇതുപോലെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന പേരിൽ അവിടെ നടമാടിയത് നമ്മൾ കണ്ടു. തൊട്ടുപുറകെ നേപ്പാളിൽ കണ്ടു, അവിടെ ഏജൻസി പ്രക്ഷോഭം കണ്ടു. അവിടെ അലയടിച്ചതും ഇതേ രീതിയിലുള്ള ഒരു സമര ശൈലിയാണ്. അവിടെ വളരെ കൃത്യമായി ആ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതിനുള്ള ഒരു നീക്കമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് രാജ്യതലസ്ഥാനത്ത് കണ്ടത് എന്നാണ് നിരീക്ഷണങ്ങൾ വരുന്നത്. അതിന് സാധൂകരിക്കാൻ കഴിയുന്ന ചില തെളിവുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ JNUവിൻ്റെയൊക്കെ സൻസദ് ചലോ കോർഡിനേഷൻ എന്ന് പറയുന്ന ആ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതനുസരിച്ച് അവർ പറയുന്നുണ്ട് അവിടെ ഇൻ്റർനെറ്റ് തടസ്സപ്പെട്ടേക്കാം, പക്ഷേ ഈ ബ്രയാർ പോലെ ബിറ്റ് വാച്ച് പോലെ ഉള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് തടസ്സം കൂടാതെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും എന്നുള്ള കമ്മ്യൂണിക്കേഷൻ നേരത്തെ തന്നെ നടക്കുന്നുണ്ട്. മാത്രവുമല്ല, അതിൽ ജീവൻ വെടിയാൻ തയ്യാറാകൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന ചില മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മരണമുണ്ടായാൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ലക്ഷ്യം വെച്ചത് വെറും ഒരു നീറ്റ് എന്ന് പറയുന്ന ആ ക്രമക്കേടിൻ്റെ പേരിൽ നടന്ന ഒരു അക്രമം മാത്രമല്ല, മറ്റെന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം വരുന്ന ചില റിപ്പോർട്ടുകളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്. നീലിമ, ഇവിടെ വസ്തുതകളെ വസ്തുതകളായും പെർസെപ്ഷൻസിനെ പെർസെപ്ഷൻസായും കാണേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകൾ അല്ലെങ്കിൽ അരുതാഴികൾ ഉണ്ടായി എന്നത് വസ്തുതയാണ്. അത് ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് തലത്തിൽ പരിഹരിക്കപ്പെടേണ്ടതുമാണ്. അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്, ഒരു ഫണ്ടമെൻ്റൽ വിഷയമുണ്ട്. ഏതാണ്ട് 25 ലക്ഷത്തോളം ചെറുപ്പക്കാരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 20ഓളം ആത്മഹത്യകൾ അല്ലെങ്കിൽ മരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിരാശയിൽ നിന്നുകൊണ്ട് കുട്ടികൾ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ഒരു വിഷയം അന്തർലീനമാണ്. ഒരു വിഷയമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി പ്രതികരിക്കേണ്ടത് രാഷ്ട്രീയ കക്ഷികളാണ്. പക്ഷേ ഇവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനു മുൻപ് തന്നെ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പരാമർശത്തിൽ ഒരു പുതിയ ഒരു സംവിധാനം ഉണ്ടാവുകയാണ്. ഒരു പാർട്ടി എന്ന് പറയാനാവില്ല എങ്കിലും കോക്രോച്ച് എന്ന പരാമർശത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ചെറുപ്പക്കാർ സംഘടിക്കുകയാണ്. അതിനൊരു അരാഷ്ട്രീയ സ്വഭാവമാണുള്ളത്. അതും വസ്തുതയാണ്. ഒരു സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫ്രട്ടേണിറ്റി എന്ന നിലയിൽ നൊടിയിടയിൽ തന്നെ ഏതാണ്ട് 22 മില്യൺ ഫോളോവേഴ്സ്, അത് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സോഷ്യൽ മീഡിയ ഫോളോയിങ്ങിനേക്കാൾ കൂടുതൽ ഫോളോയിങ് പെട്ടെന്ന് വരുന്നു. ഇപ്പം അതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ വസ്തുതകൾ ഒരു വശത്ത്, പക്ഷേ മറ്റു ചില വസ്തുതകളുമുണ്ട്. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ സമാനമായ രീതിയിലുള്ള വസ്തുതാപരമായ കാര്യങ്ങളിൽ നടത്തിയ ചില നീക്കമാണ് ഈ സംവരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ നീക്കമാണ് ബംഗ്ലാദേശിൽ വലിയ കലാപമായതും ഭരണകൂടത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട്, ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റത്തിലേക്ക് എത്തിച്ചേർന്നതും സമാനമായ കാര്യമാണ്. നേപ്പാളിലും ജൻസി രൂപത്തിലാണ് പ്രക്ഷോഭം ഉണ്ടായത്. അതുണ്ടായ കാര്യങ്ങളെല്ലാം സമീപ മെമ്മറിയിൽ നമുക്കുണ്ട് താനും. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷങ്ങൾക്ക് ക്രിയാത്മകമായി ഒരു വിഷയം ഏറ്റെടുക്കാനോ രാജ്യത്തെ ജനങ്ങളിലേക്ക് അത് എത്തിക്കാനോ ഇപ്പോൾ പൂർണ്ണമായും കഴിയുന്നില്ല. അത് ആഭ്യന്തരമായ ചില സംഘർഷങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇന്ന് പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയുമാണ്. അപ്പോൾ എത്രത്തോളം കോർഡിനേഷൻ പ്രതിപക്ഷങ്ങൾ തമ്മിൽ ഉണ്ട് എന്നത് ചിന്തനീയമായ കാര്യമാണ്. ആ വസ്തുതകളെല്ലാം ഉണ്ടായിരിക്കെ യഥാർത്ഥത്തിൽ ചില പെർസെപ്ഷൻസ് വരും. ഇവിടെ നീലിമ സൂചിപ്പിച്ചതുപോലെ ചില ഭയാശങ്കകളുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് ഭയാശങ്കകളുണ്ട്. റാഡിക്കൽ ഇടത് പ്രസ്ഥാനങ്ങൾ പരകായ പ്രവേശം നടത്താനായി ഇങ്ങനെയുള്ള അഭിജിത് ദീപ്കയും അല്ലെങ്കിൽ സോനം വാങ്ചുക്കും പോലെയുള്ള ആളുകൾ നയിക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ അതൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലായിരിക്കാം, പക്ഷേ ആ ഒരു വേദിയിലേക്ക് ആളെ എത്തിക്കുന്നത് റാഡിക്കൽ ലെഫ്റ്റ് വിങ് പൊളിറ്റീഷ്യൻസ് ആണോ? അത് JNUവിലെ ഉൾപ്പെടെയുള്ള ഐസ ഒരു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോഴും ഒരു റാഡിക്കൽ ലെഫ്റ്റ് ലീനിങ്സ് ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അതുപോലെ SFIയുടെയും AISFൻ്റെയും എല്ലാം തന്നെ സാന്നിധ്യം അവിടെയുണ്ട്. ഇതൊന്നും തെറ്റാണെന്ന് പറയാനാവില്ല. യൂത്ത് ഇഷ്യൂസ് തീർച്ചയായും ആരേറ്റെടുത്താലും അത് സ്വാഗതാർഹം തന്നെയാണ്.
പക്ഷേ അതിൻ്റെ മറവിൽ മുഖമില്ലാത്ത രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുന്നുവെങ്കിൽ തീർച്ചയായും ഭരണകൂടം ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. അതാണ് ലോകത്തിൻ്റെ ചരിത്രം. കാരണം നേരായ രീതിയിൽ ജനാധിപത്യ പ്രക്രിയയിൽ പലപ്പോഴും ഒരു ഭരണകൂടത്തെ മാറ്റാൻ കഴിയാതെ വരുമ്പോൾ, തുടർ ഭരണം സാധ്യമാകുമ്പോൾ അത് അട്ടിമറിക്കണമെങ്കിൽ പലപ്പോഴും ഇതുപോലെയുള്ള പരകായ പ്രവേശങ്ങൾ സാധ്യമാകും. ഇതും തിയററ്റിക്കലി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇതെല്ലാം പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് വേണം കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ നടത്തിയ 31 ദിവസം നീണ്ടുനിന്ന ആ ഒരു മഹാവേള അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അതിനെ കാണാൻ. പക്ഷേ അതുകൊണ്ട് ഫണ്ടമെൻ്റൽ വിഷയം ഇല്ലാതാകുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ കഴിവുകേടായിക്കൊള്ളട്ടെ, നോട്ടക്കുറവായിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ആ സംവിധാനത്തിലെ പുഴുക്കുത്തുകളായിക്കൊള്ളട്ടെ, ഒരു പാകപ്പിഴ സംഭവിച്ചിരിക്കുന്നു. അതിനുള്ള പരിഹാരങ്ങൾ ഗവൺമെൻറ് എടുക്കണമെന്ന് പറയാൻ വിദ്യാർത്ഥി സമൂഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. അവർ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേരിട്ട് വിളിച്ചാലും മറ്റേത് പേരിട്ട് വിളിച്ചാലും പ്രക്ഷോഭത്തിനുള്ള സമാധാനപരമായി സംഘടിക്കാൻ ഭരണഘടനാപരമായ അനുവാദം നൽകുന്നുണ്ട്. ആ അനുവാദത്തിൻ്റെ മറവിൽ ഛിദ്രശക്തികൾ നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കാനാണ് അങ്ങനെയുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഇൻ്റലിജൻസ് ഏജൻസി അത് കണ്ടെത്താൻ പര്യാപ്തവുമാണ്. ഇനിയുമാണ് അഭിജിത് ദീപ്കയുടെയും സോനം വാങ്ചുക്കിൻ്റെയും റോളിനെക്കുറിച്ച് ഇവിടെ സംസാരിച്ച് അതേക്കുറിച്ച് കൂടി ഒരു പ്രതികരണം നടത്തിയില്ല എങ്കിൽ ഇത് കംപ്ലീറ്റ് ആവില്ലല്ലോ. സോനം വാങ്ചുക്ക് തീർച്ചയായും ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഐഡൻറ്റിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് രാജ്യവിരുദ്ധ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു സാധ്യത അന്നത്തെ ഭരണകക്ഷിയായ UPA ഒരു പക്ഷേ മുന്നോട്ട് വെച്ച് 2007 അപ്പോൾ അന്ന് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയമാണ്. അന്നും ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ്, അണ്ണാ ഹസാരെ ഒരു ത്രെട്ടാണ്. അത് മുൻകൂട്ടി കാണാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അതുപോലെ സോനം വാങ്ചുക്ക് ചൈന ബന്ധമുള്ള ആളാണ് എന്ന ചെറിയ സൂചനകൾ ലഭിക്കുമ്പോൾ, അതായത് ഒരുപക്ഷെ ഈ ലഡാക്കിൽ ജീവിക്കുന്ന പലർക്കും ചൈന ബന്ധമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ തുച്ഛീകരിച്ച് കാണാവുന്ന ഒന്നാണോ? അദ്ദേഹം ഒരു ഡോക്ടർ മോഹൻ വർഗീസ്, അത് ചൈനീസ് ബന്ധം എന്ന് ഈ പറയുന്ന പോലെ ലഡാക്കിൽ നിൽക്കുന്നവർക്ക് ചൈനീസ് ബന്ധം സ്വാഭാവികമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് വളരെ ശ്രദ്ധേയം. ചൈനീസ് ആർമി ലേ വഴി ഭാരതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഭാരതത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ് സോനം വാങ്ചുക്ക്. സോനം വാങ്ചുക്ക് പറഞ്ഞു കൊടുക്കേണ്ട എൻ്റെ ഒരു ചിന്ത പോകുന്നത് ഈ വഴിക്കാണ്. സോനം വാങ്ചുക്ക് പറഞ്ഞു കൊടുക്കാതെ തന്നെ ഇന്ത്യയിലേക്കുള്ള വഴി സാറ്റലൈറ്റ് മാപ്പിങ്ങിലൂടെയും അല്ലാതെയും ചാരപ്രവർത്തനത്തിലൂടെയും അറിയാത്തവരല്ല ചൈനീസ് ആർമി. അതുകൊണ്ട് അതൊക്കെ പൊളിറ്റിക്കൽ ഡിസിഷനാണ്, ആഭ്യന്തര മൂവ്മെൻ്റാണ്. അവിടെ നിന്നുകൊണ്ട് ലഡാക്കിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ലഡാക്കിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ചൈനീസ് ആർമിയെ വരവേൽക്കുന്ന രീതിയിൽ ചൈനീസ് ആർമിക്ക് സഹായകരമായ രീതിയിൽ ലഡാക്കിലൊരു പ്രക്ഷോഭം നയിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് രാജ്യവിരുദ്ധപരമായ കാര്യമാണ്. വഴി കാട്ടുന്നു എന്നത് ഒരു അന്നത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ ആരോപണമായി തന്നെ നമുക്ക് അത് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ അവിടെ ലഡാക്കാണ് വിഷയം, കാശ്മീറാണ് വിഷയം, സോനം വാങ്ചുക്ക് കടന്നു വരുന്ന മേഖല അതാണ്. അതുകൊണ്ട് മാത്രം ഒരാളെ സംശയക്കാരനായി കാണാനാവില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ്. 2011 അണ്ണാ ഹസാരെ എന്താണോ ചെയ്തിരുന്നത്, അന്നത്തെ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ജൈവികമായ നീക്കമായി ആ ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ് വരുന്നു. അത് രാഷ്ട്രീയമില്ലായിരുന്നു. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനോട് അണ്ണാ ഹസാരെ പറയുന്നു, മിസ്റ്റർ കെജ്രിവാൾ, ദിസ് ഇസ് നോട്ട് മൈ ലൈൻ. നിങ്ങൾക്കൊരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കണമെങ്കിൽ അത് വേറെ വഴി നോക്കണം. പക്ഷേ ഇത് രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കിയുള്ള ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പ്രതിഷേധമല്ല. അത് അന്നുണ്ടായി വന്ന അഴിമതിക്കെതിരെ വലിയ രീതിയിൽ കോമൺവെൽത്ത് അഴിമതി, മറ്റ് എത്രയോ അഴിമതികളാണെന്നുള്ളത്, ആ അഴിമതികൾക്ക് 2G സ്പെക്ട്രം ഇങ്ങനെയുള്ള അഴിമതികൾക്കെതിരെ ലോക്പാൽ എന്ന സംവിധാനം ഉണ്ടാകണം. അതിനുവേണ്ടി അതൊരാവശ്യമാണ്. അന്നത്തെ ഫെൽറ്റ് നീഡാണ്. ഒരു ഫെൽറ്റ് നീഡിനോടൊപ്പം യുവജനങ്ങൾ, അന്നത്തെ ജൻസി നിന്നു എന്നതാണ് വാസ്തവം. അതിൻ്റെ ആത്യന്തിക പ്രോഡക്റ്റാണ് ആം ആദ്മി പാർട്ടി. ആ പാർട്ടി എത്രത്തോളം ശിഥിലീകരിക്കപ്പെട്ടു, എത്രത്തോളം ഈ ഒരു നാട്ടു നടപ്പുണ്ടല്ലോ അത് മറ്റ് പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാകും ആം ആദ്മി പാർട്ടി എന്ന വിശ്വാസ്യത തകർന്ന് നമ്മൾ കണ്ടതല്ലേ. ഇപ്പോൾ പല പാർട്ടികളും പലപ്പോഴും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ വരും. ഇവിടെ ഒരു ജനകീയ വിഷയം തന്നെയാണ്, യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഏറ്റെടുത്തുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി, ഇത് പാർട്ടി അല്ലെങ്കിൽ പോലും പാർട്ടി എന്ന രൂപത്തിൽ വരുമ്പോൾ അതിനെ ഗൗരവമായിട്ട് കാണണം. അതൊരു പ്രക്ഷോഭത്തിൻ്റെ രീതിയിൽ വരുമ്പോൾ അതിനെതിരെ എങ്ങനെയാണ് അതിനെ ഭയപ്പെടുത്തേണ്ടത്? സ്വാഗതാർഹമായ കാര്യമാണ് ആരോഗ്യമന്ത്രി JP നഡ്ഡ ഈ പാർട്ടി കോക്രോച്ച് CJPയുടെ പ്രതിനിധികളുമായി സംസാരിച്ചു എന്നത് ആരോഗ്യപരമായ കാര്യമാണ്. സോനം വാങ്ചുക്ക് ഈ നിരാഹാരം നിർത്തി എന്നതും സ്വാഗതാർഹമായ കാര്യമാണ്. ഇനി വേണ്ടത് ക്രിയാത്മകമായ ചർച്ചകളാണ്. വിഷയത്തിന് പരിഹാരം വേണം. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ് അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം. മറ്റൊരാവശ്യം 1 കോടി രൂപ വീതം ആത്മഹത്യ ചെയ്ത
കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ന്യായമായ ഒരു നഷ്ടപരിഹാരം നൽകണം എന്നതാണ്. അത് മാത്രമല്ല മറ്റ് ചില ആവശ്യങ്ങളുമുണ്ട്. അപ്പം 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ യുവജനങ്ങൾ ജൻസിയുടെ പ്രതിനിധികൾ മുന്നോട്ട് പോകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇന്നത്തെ യുവജനങ്ങളാണ് BJPയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും അധികാരത്തിലെത്തിച്ചത്. മാറ്റത്തിന് ഒരു 10-12 വർഷം മുൻപ് അദമ്യമായ ആഗ്രഹമുണ്ടായിരുന്നു. ഈ രൂപത്തിൽ UPA സർക്കാരിൻ്റെ പോക്ക് ശരിയല്ല. അതേപോലെയുള്ള ജനങ്ങളാണ്, അതേ ജൻസി തന്നെയാണ് ഇപ്പോൾ. അവരല്ല, അവരുടെ ജൂനിയർ ജൻസി ആണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്. അത് കേന്ദ്ര സർക്കാരിനെതിരെ തിരിയേണ്ടതല്ല. സ്വാഭാവികമായി അവിടെ ഒരുപക്ഷെ ഒരു ക്യാബിനറ്റ് പുനഃസംഘടന സാധ്യമാകുമായിരുന്നുവെങ്കിൽ, ഈ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടല്ല എങ്കിൽ പോലും ഈ എന്തെങ്കിലും നീക്കുപോക്കുകൾ സംഭവിക്കാമായിരുന്നു. അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും പരിഹാര മാർഗങ്ങളിലൂടെ ഇങ്ങനെ ഒരു പബ്ലിക് റാത്ത് അല്ലെങ്കിൽ പബ്ലിക് ആങ്കർ അതിനെ കുറച്ചൊക്കെ ലഘൂകരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണമായിരുന്നു. അടിച്ചമർത്തൽ ഒരിക്കലും ഒരു ഉത്തരമല്ല. അത് മാത്രമല്ല മറ്റ് കക്ഷികൾ, ഇടത് കക്ഷികളാകട്ടെ, റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളായിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും രാജ്യവിരുദ്ധ ശക്തികളായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളിൽ അത് കർഷക പ്രക്ഷോഭമായിക്കൊള്ളട്ടെ, CJPയുടെ ജന്തർ മന്ദറിലെ പ്രക്ഷോഭമായിക്കൊള്ളട്ടെ, പാർലമെൻറ്റ് മാർച്ച് ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യത ഒരിക്കൽ പോലും അവശേഷിപ്പിക്കാതെ വേണമായിരുന്നു തീരുമാനമെടുക്കൽ പ്രക്രിയ എന്നാണ് എൻ്റെ ഒരു ചിന്ത.